Good evening everyone. Today we are going to discuss significant figures. നമ്മൾ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ റീഡിങ്സ് എഴുതുമ്പോൾ അല്ലെങ്കിൽ ഫൈനൽ ആൻസർ എഴുതുമ്പോൾ അതിൽ എത്ര ഡിജിറ്റ്സ് വേണം എന്നതിനെ കുറിച്ച് ഒരു പ്രത്യേക സിസ്റ്റം ഉണ്ട്. ആ നമ്പേഴ്സിനെയാണ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ തന്നെ ഒരു പീരിയഡ് മെഷർ ചെയ്തു. അതിൽ 1.62 എന്നാണ് നമുക്ക് കിട്ടിയ പീരീഡ് എന്ന് വിചാരിക്കുക. അതില് 1.62 സർട്ടൻ ആയിട്ടുള്ള നമ്പേഴ്സ് ആണ്. അത് കഴിഞ്ഞ് വരുന്ന 2 നമുക്ക് റീഡിങ്സ് ഒക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ 1.6, 2, 3, 4, 5 എന്നൊക്കെ കിട്ടാം. അപ്പൊ നമ്മളോട് പറയും 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിന് അനുസരിച്ച് അത് എഴുതുക. 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിന് അനുസരിച്ച് അത് എഴുതുക എന്ന് പറയും. അപ്പൊ അതായത് 1ഉം 6ഉം റിലയബിൾ ആയിട്ടുള്ള ഫിഗേഴ്സ് ആണ്. മൂന്നാമത്തേത് അൺറിലയബിൾ ആയിട്ടുള്ള ഒരു ഫിഗർ ആണെന്ന് പറയും. അപ്പോ അതിനെയാണ് നമ്മൾ പറയുന്നത് റിലയബിൾ പ്ലസ് പ്ലസ് അൺറിലയബിൾ. അങ്ങനെയുള്ള ആ ഫിഗേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. The digits that are known reliably plus the first uncertain digit. അൺസർട്ടൻ ആയിട്ടുള്ള ആ ഡിജിറ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ പറയുന്ന സിസ്റ്റത്തെയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ കുറച്ച് റൂൾസ് ഒക്കെ തന്നിട്ടുണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തന്നിട്ടുണ്ട്. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് ബൈ ഹാർട്ട് ചെയ്തിരിക്കണം. എക്സാമിന് എന്തായാലും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. കെമിസ്ട്രിയിലും ഈ പോർഷൻ ഉണ്ട്, പക്ഷേ ഫിസിക്സിലാണ് ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ആ റൂൾസ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. കൃത്യം മലയാളത്തിൽ പറഞ്ഞാൽ കാണാപ്പാഠം തന്നെ പഠിക്കണം. ആ കൃത്യമായിട്ട് അത് ഓർത്ത് വെച്ചിരിക്കണം. അപ്പൊ ആ റൂൾസിലേക്ക് ഞാൻ കടക്കുകയാണ്. ഫസ്റ്റ് റൂൾ ഈസ്, നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്ബുക്ക് തുറന്നു വയ്ക്കുക. ഞാൻ അതിനാണ് നോട്ട്സ് നിങ്ങളോട് കംപ്ലീറ്റ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞത്. ഫസ്റ്റ് റൂൾ ഈസ് ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. ഒരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ആ നമ്പറിലെ എല്ലാ നോൺ സീറോ ഡിജിറ്റ്സും സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പൊ നമ്മളോട് എക്സാമിനൊക്കെ ചോദിക്കുക ഒരു നമ്പർ തന്നിട്ട് അതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്നാണ്. അപ്പൊ നമ്മൾ ആ രീതിയിലാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് റൂൾ ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. ഞാൻ ഒരു എക്സാമ്പിള് ചെയ്യാൻ പോവാണ്. ഇങ്ങനെ ഒരു നമ്പർ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ 14326 ഇങ്ങനെ ഒരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതില് സീറോസ് ഒന്നും തന്നെ ഇല്ല. ഇതില് സീറോസ് ഒന്നും തന്നെ ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഇതിലെ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, ഇതിലെ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഈസ് 5. നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഈസ് 5. അതാണ് ഫസ്റ്റ് റൂൾ നമ്മളോട് പറയുന്നത്. ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. All non-zero digits are significant. Okay. അപ്പോൾ നമ്മുടെ ബുക്കിൽ തന്നിട്ടുള്ള എക്സാമ്പിൾ എന്താണ്? 1342. അതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. 1342. അതിൽ സീറോസ് ഒന്നും ഇല്ലല്ലോ? സീറോസ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് അതിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 4. അപ്പൊ ഫസ്റ്റ് ലോ എല്ലാവർക്കും, ഫസ്റ്റ് റൂൾ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഫസ്റ്റ് റൂൾ ക്ലിയർ ആയില്ലേ? ഓക്കെ. നെക്സ്റ്റ് ഓൾ സീറോസ് ബിറ്റ്വീൻ. നിങ്ങൾ ബുക്കിൽ തന്നെ നോക്കിയിരിക്കുക, നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. All zeros between two non-zero digits are significant no matter where the decimal point is.
നിങ്ങളുടെ ഈ റൂളൊന്നും എഴുതാൻ പറയില്ല, നമ്മളോട് ചോദിക്കൊരു നമ്പർ എന്നിട്ട് അതിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാണ്. പക്ഷെ ഈ റൂൾസ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്തിരിക്കണം, അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മളോട് ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു നമ്പർ, ഇങ്ങനെ ഒരു നമ്പർ ആണെന്ന് വിചാരിക്കുക, 2002. ഈ സീറോസ് കിടക്കുന്നത് എവിടെയാണ്? രണ്ട് ടൂകൾക്കിടയിലാണ്. രണ്ട് ടൂവും നോൺ സീറോ നമ്പേഴ്സ് ആണ് അല്ലെ? രണ്ട് ടൂവും നോൺ സീറോ നമ്പേഴ്സ് ആണ്. അപ്പൊ ഇവർക്കിടയിലുള്ള സീറോസ് സിഗ്നിഫിക്കന്റ് ആണ്. അവരെ നമ്മൾ വെറും സീറോ ആയിട്ട് വിടണ്ട, അവരെയും നമ്മൾ സിഗ്നിഫിക്കന്റ് ആയിട്ട് കൗണ്ട് ചെയ്യും. ഇങ്ങനെ ഒരു നമ്പർ ആണെങ്കിൽ ഇതിലെ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഈസ് 4. നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഈസ് 4. ഇനി നമുക്ക് തന്നിട്ടുള്ള എക്സാമ്പിൾ നോക്കിയേ. ഞാൻ എഴുതിയത് 2002, നമ്മുടെ കയ്യിലുള്ളത് 1002. അതിലെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് 4. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ തന്നിട്ടുള്ളത് 20.003 എന്നാണ്. ഇതിലെ ഡെസിമൽ പോയിന്റ് ഒക്കെ വന്നിട്ടുണ്ട്, പക്ഷെ സ്റ്റാർട്ടിങ്ങിലും എൻഡിലും നോൺ സീറോ ആണ്. അതുകൊണ്ട് അതിനിടയിലുള്ള സീറോസും സിഗ്നിഫിക്കന്റ് ആണ്. സോ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഇൻ ദിസ് നമ്പർ ഈസ് ഓൾസോ 5. അപ്പൊ രണ്ട് റൂൾസ് ക്ലിയർ ആയോ? രണ്ട് റൂൾസ് ക്ലിയർ ആയില്ലേ? ഓക്കെ. Next is, if the number is less than 1, the zeros on the right of the decimal point but to the left of first non-zero digits are non-significant. അതായത് ഒന്നിനേക്കാൾ ചെറുതാണ് ഒരു നമ്പർ, ഒന്നിനേക്കാൾ ചെറുതാണ്, സീറോ കഴിഞ്ഞിട്ട് പോയിന്റ് കഴിഞ്ഞിട്ട് സീറോസ് ആണ്. ഇതാണ് ആ പറഞ്ഞിട്ടുള്ള റൂളിന്റെ അർത്ഥം. ഒന്നിനേക്കാൾ ചെറുതാണ്, ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് സീറോസ് ഉണ്ട്, അപ്പോ ആ സീറോസ് ഒന്നും സിഗ്നിഫിക്കന്റ് ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഇതിലെ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് 3 ആയിരിക്കും. ഈ സീറോസ് നമുക്ക് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. If the number is less than 1 and after the decimal there are zeros. അങ്ങനെയാണെങ്കിൽ ഈ സീറോസ് ഒന്നും സിഗ്നിഫിക്കന്റ് അല്ല. നേരത്തെ നമ്മൾ കണ്ടത് 1നേക്കാൾ കൂടിയതാണ്, 2 പോയിന്റ് അല്ലായിരുന്നു അല്ലെ? നേരത്തെ നമ്മൾ 20 പോയിന്റ്, 2 പോയിന്റ് ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. 1നേക്കാൾ കൂടുതലായാൽ സിഗ്നിഫിക്കന്റ് ആണ്, 1നേക്കാൾ കുറവാണ് 0 പോയിന്റ് എന്ന് വന്നു കഴിഞ്ഞാൽ ഈ സീറോസ് ഒന്നും സിഗ്നിഫിക്കന്റ് അല്ല. നമുക്ക് തന്നിട്ടുള്ള എക്സാമ്പിൾ എന്താണ്? ഏകദേശം ഇതുപോലെ തന്നെയുള്ളതാണ്. 0.00345 അല്ലെ? അതിലെ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്രയാണ്? 3. ഓക്കെ. ഇനി നെക്സ്റ്റ് the terminal or trailing zeros in a number without a decimal point are not significant. നമുക്കൊരു എക്സാമ്പിൾ തന്നത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഇങ്ങനെ ഇപ്പൊ ഞാൻ യൂണിറ്റ്സ് ഒന്നും എഴുതണില്ല, ഇതിങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. 3 നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. 123, സെക്കൻഡ് നമ്പർ എന്താണ്? 123,0,0. മൂന്നാമത്തെ നമ്പർ എന്താണ്? 123,0,0,0. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് പറയുന്നത് ടെർമിനൽ ഓർ ട്രയലിംഗ് സീറോ, ഈ എൻഡിലുള്ള സീറോസ് ഒന്നും സിഗ്നിഫിക്കന്റ് അല്ല. അവിടെ എത്ര സീറോ വന്നാലും നമ്മളത് കൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമുക്കതൊക്കെ 10ന്റെ പവർ ആയിട്ട് എഴുതാം. ഇതൊക്കെ 10ന്റെ പവർ ആയിട്ട് എഴുതാം. അപ്പോ ഈ 3 കേസിലും നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് 3 ആണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇതിന്റെ കേസിലും സിഗ്നിഫിക്കന്റ് ഫിഗർ 3, ഇതിന്റെ കേസിലും 3. വിശ്വസിക്കാൻ പറ്റണില്ല അല്ലേ? 3 കേസിലും സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് 3 ആണ്. ട്രയലിംഗ് സീറോസ് അല്ലെങ്കിൽ
നമ്മൾ പറയാ ടെർമിനൽ സീറോസ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. ഇനി അടുത്ത ആറാമത്തെ ലോ ഒന്ന് നോക്കിയേ. The number of significant figures does not depend on the system of units used. ആറാമത്തത് കണ്ടോ? ആറാമത്തത് the number of significant figures does not depend on the system of units used. ഇത് നമുക്കറിയാം 123 എന്ന് പറയുന്നത് മീറ്ററിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് മില്ലിമീറ്ററിൽ എഴുതാം. ശരിയല്ലേ? സോറി, മില്ലിമീറ്റർ അല്ല, ഇതിനെ നമുക്ക് സെന്റിമീറ്ററിൽ എഴുതാം. 100 സെന്റിമീറ്റർ അല്ല ഒരു മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് മില്ലിമീറ്ററിൽ എഴുതാം. അപ്പോ ഈ സെന്റിമീറ്റർ, മില്ലിമീറ്റർ, മീറ്റർ ഒന്നും ബാധകമല്ല ആരുടെ കേസില്? സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ കേസ്. ഇതെങ്ങനെ വന്നാലും നമ്മുടെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഈസ് സെയിം. അപ്പൊ യൂണിറ്റ്സ് ഒന്നും സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ കേസില് ബാധകമല്ല. അതാണ് വേറൊരു പോയിന്റ്. ഇനി അഞ്ചാമത്തേലേക്ക് നമുക്ക് വീണ്ടും കിടക്കാം. The trailing zeros in a number with a decimal point are significant. അത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. ഇതിപ്പോ വെറുതെ ഉള്ള നമ്പർ ആയപ്പോഴാണ് നമുക്ക് നോട്ട് സിഗ്നിഫിക്കന്റ് എന്ന് പറഞ്ഞത്. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടാണ് ഈ ട്രailing സീറോസ് വരുന്നതെന്ന് വിചാരിക്കുക. 3.500 ഇങ്ങനെയാണ് നമ്പർ വരുന്നതെങ്കിൽ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഈസ് 4. ഇങ്ങനെയാണ് നമ്പർ വരുന്നതെങ്കിൽ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഈസ് 4. ഇനി വേറൊരു നമ്പർ ചോദിക്കട്ടെ. 0.0734. ഈ നമ്പറിലെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്രയായിരിക്കും? എത്രയായിരിക്കും? 6 ആയിരിക്കും. കാരണം സീറോനേക്കാൾ ചെറുതാണ്, അതുകൊണ്ട് ഈ സീറോ നമുക്ക് കൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഈ സീറോസ് നമുക്ക് കൗണ്ട് ചെയ്യണം. കാരണം ആഫ്റ്റർ ദ ഡെസിമൽ ഈ ഏത് സീറോസിനാ അതിനെ പറയണത്? ഈ സീറോസിന് നമ്മളൊരു പേരിട്ടല്ലോ. എന്ത് സീറോസ് ആണ്? ട്രailing സീറോസ്. ഇത് കൗണ്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഈസ് 6. ഇതിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഈസ് 6. ഇതാണ് അഞ്ചാമത്തെ റൂൾ. അപ്പൊ നമ്മൾ തന്നിട്ടുള്ള എക്സാമ്പിൾ എന്താണ്? 0.06900 ഹാസ് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്? നമുക്ക് തന്നിട്ടുള്ളത്, നോട്ട്ബുക്കിൽ തന്നിട്ടുള്ളത് 4. എത്രയാണ്? 4. ഓക്കെ. ഇനി 7th പോയിന്റ്. The power of 10 is irrelevant to the determination of significant figures. നമുക്ക് ഏതെങ്കിലുമൊക്കെ നമ്പർ പവേഴ്സ് വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചു. ഇങ്ങനെ പവേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താണ്? 0 0 എന്ന് ഇതിൽ വരിക എന്നുള്ളതല്ലേ. ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ടെങ്കിലും ഇതൊക്കെ തന്നിട്ടുണ്ടെങ്കിലും നമുക്ക് എന്ത് ബാധകമല്ല? പവേഴ്സ് ബാധകമല്ല. പവേഴ്സ് നമ്മള് എടുക്കുന്നില്ല. പവേഴ്സ് ആർ നോട്ട് സിഗ്നിഫിക്കന്റ്. അപ്പോൾ 8.70 into 10⁻². അതിന്റെ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്രയായിരിക്കും? 8.70 എത്രയായിരിക്കും? 3. കാരണം ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് വരുന്ന ട്രailing സീറോസ് എടുക്കേണ്ടി വരും. അതുകൊണ്ട് 3. ഇതിലോ 4. ഇതാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിനെ കുറിച്ചുള്ള ഐഡിയാസ്. നമ്മൾ തന്നത് തന്നെയാണ്, അതൊന്നുകൂടെ
ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുക. ഇത്രയും ഐഡിയാസ് ആണ്. ഇത് മാത്രം പഠിച്ചാൽ മതി. ഈ തന്ന നോട്ടും എക്സാമ്പിൾസിന് നമ്മൾ കുറച്ചധികം ചെയ്യിക്കും, കുറച്ചും കൂടെ തറായിട്ട് മനസ്സിലാവും. ഷുവർ ക്വസ്റ്റ്യൻ ആണ്, അതിൽ നോ ഡൗട്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഇതുവരെ പറഞ്ഞില്ല, ചെയ്തു വരുമ്പോൾ ഒരുപാട് ഡൗട്ട്സ് വരും. ഇപ്പൊ ഞാൻ തന്ന നോട്ട് വെച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നൊന്ന് ട്രയലിങ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് കിടക്കാം. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉപയോഗിച്ചിട്ട് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് നടത്തുന്നതാണ്. അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ആണെങ്കിൽ നമുക്ക് പറഞ്ഞിട്ടുള്ള ഒരു റൂൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തന്നിട്ടുള്ള നമ്പേഴ്സിൽ ലീസ്റ്റ് ഡെസിമൽ പോയിന്റ് എത്രയാണോ അത്രയും ആൻസറിൽ ഉണ്ടായിരിക്കുന്നത്. ഡെസിമൽ പോയിന്റ് ആണ് നമ്മളവിടെ നോക്കേണ്ടത്. എന്തില്? അഡീഷനിലും സബ്ട്രാക്ഷനിലും ലീസ്റ്റ് ഡെസിമൽ പോയിന്റ്സ് പ്രത്യേകം ഓർത്ത് വയ്ക്കുക കേട്ടോ. അതാണ് നമുക്ക് തന്നിട്ടുള്ള സെന്റൻസിന്റെ അർത്ഥം. In addition and subtraction, the final result should retain as many decimal places as there are in the number with the smallest number of decimal places. അതിന്റെ അർത്ഥം എന്താണ്? അഡീഷനിലും സബ്ട്രാക്ഷനിലും നമുക്ക് തന്നിട്ടുള്ള നമ്പേഴ്സിലെ ലീസ്റ്റ് ഡെസിമൽ പോയിന്റ്സ് നമ്മൾ കീപ്പ് ചെയ്യും. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് തന്നിട്ടുണ്ട് 3.1 പ്ലസ് 1.783 പ്ലസ് 2.76. ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ട്രാക്ഷൻ ആയിക്കോട്ടെ. ഫൈനൽ റിസൾട്ടിൽ എത്ര ഡെസിമൽ പോയിന്റ് ഉണ്ടായിരിക്കണം? അല്ല, എത്ര ഡിജിറ്റ്സ് ഉണ്ടായിരിക്കണം? ഡെസിമൽ പോയിന്റ് എന്നല്ല, എത്ര ഡിജിറ്റ്സ്? സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്ര ഉണ്ടായിരിക്കണം? ഇവിടെ എത്രയാണ്? ഇവിടെ ഇറ്റ് ഈസ് 2, ഹിയർ ഇറ്റ് ഈസ് 4, ഹിയർ ഇറ്റ് ഈസ് 3. അപ്പൊ ആൻസറില് നമ്മൾ പറഞ്ഞത് എന്താണ്? ലീസ്റ്റ് ഡെസിമൽ പോയിന്റ് എന്നല്ലേ? ഇതിലെ ഡെസിമൽ പോയിന്റ് 1 അല്ലേ? ഇതിലെ ഡെസിമൽ പോയിന്റ് 3, ഇതിലെ ഡെസിമൽ പോയിന്റ് 2. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസറില് എത്ര ഡെസിമൽ പോയിന്റ് ഉണ്ടായിരിക്കണം? 1. അപ്പോ നമുക്ക് കിട്ടുന്ന ആൻസറില് ഒരു ഡെസിമൽ പോയിന്റ് മാത്രമേ പാടുള്ളൂ. സ്മോളസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ്, ആ നമ്പറിനനുസരിച്ചായിരിക്കണം നമ്മൾ ആൻസർ കീപ്പ് ചെയ്യേണ്ടത്. അതിന് റൗണ്ട് ഓഫ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞൊരു പ്രോസസ് ഉണ്ട്. അതിന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യും. നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാനൊക്കെ അറിയാം, പക്ഷെ അതിന്റെ റൂൾസ് കീപ്പ് ചെയ്തിട്ട് വേണം. ഫിസിക്സിന്റെ അവര് പറയുന്ന റൂൾസ് നമ്മൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്യണം. നമുക്ക് തോന്നിയതുപോലെ റൗണ്ട് ഓഫ് ചെയ്യും, അതിനും കൃത്യമായ റൂൾസ് ഉണ്ട്. ഓക്കെ, ഇനി മൾട്ടിപ്ലിക്കേഷനും ഇതായപ്പോ നമ്മൾ ഡെസിമൽ പോയിന്റ് ആണ് നോക്കിയത്. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനുമാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് സ്മോളസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് തന്നിട്ടുള്ള പാർട്ടിസിപ്പൻസില് സ്മോളസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനോ ഡിവൈഡ് ചെയ്യാനോ തന്നിട്ടുള്ള ആളുകളിൽ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്രയാണോ, ഇപ്പോ 1.21 into 3.763 ആൻസറില് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് വേണം? 3. ഇതില് 3, ഇതില് 4 അല്ലെ? ഇവിടെ സിഗ്നിഫിക്കന്റ് ഫിഗർ മാത്രം നോക്കിയാൽ മതി. മറ്റടുത്ത് നമ്മള് ഡെസിമൽ പോയിന്റ് ആണ് നോക്കിയത്. ഞാൻ ആദ്യം സിഗ്നിഫിക്കന്റ് ഫിഗർ പറഞ്ഞു എന്ന് മാത്രം, നമുക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടി. അവിടെ നമ്മൾ നോക്കിയത് ഡെസിമൽ പോയിന്റ് ആണ്, ഇവിടെ സിഗ്നിഫിക്കന്റ് ഫിഗർ. അപ്പൊ ആൻസറില് എത്രയാ വേണ്ടത്? 3. ആൻസറില് 3 ആണ് സിഗ്നിഫിക്കന്റ് ഫിഗർ വേണ്ടത്, ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഇതാണ് അഡീഷൻ
സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷനിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കീപ്പ് ചെയ്യാനുള്ള റൂൾസ്. ഓക്കെ, ഇനി നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റൗണ്ട് ഓഫ് ചെയ്യാനൊക്കെ. അറിയില്ലേ? ഇനി ഞാൻ പറയാം ഫസ്റ്റ് റൂൾ. ഈ റൂൾസ് തന്നെ വായിച്ചിട്ട് പോവാം നമുക്ക്. മിസ് സ്വന്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല. ഫസ്റ്റ് കേസ്, ഇഫ് ദ ഡിജിറ്റ് ടു ബി ഡ്രോപ്ഡ് ഈസ് സ്മോളർ ദാൻ 5 then the preceding digit should be left unchanged. നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ട ഡിജിറ്റ്, വേണ്ടെന്ന് വെക്കേണ്ട ഡിജിറ്റ് 5നും താഴെയാണെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, നമ്മൾ വളരെ സേഫ് ആണ്. 7.32 2 ഡിജിറ്റിന് റൗണ്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര എഴുതും? 7.3 വളരെ സേഫ് ആണ്. ഇനി 8.94 2 ഡിജിറ്റിന് റൗണ്ട് ഓഫ് ചെയ്യാൻ പറഞ്ഞാൽ റൗണ്ട് ഓഫ് എന്നാണ് പറയാ. 8 റൗണ്ട് ഓഫ് 8. നമ്മൾ റൗണ്ട് ചെയ്യാന്ന് പറയും. ആക്ച്വലി ഇറ്റ് ഈസ് റൗണ്ട് ഓഫ്. 8.94 റൗണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 8.9. കാരണം ഇത് കഴിഞ്ഞു വരുന്ന നമ്പർ ഈസ് ലെസ് ദാൻ 5, ഇത് കഴിഞ്ഞു വരുന്ന നമ്പർ ഈസ് ലെസ് ദാൻ 5. So we are very safe. Then next is, if the digit to be dropped is greater than 5. Greater than 5 ആണെങ്കിലോ അപ്പോഴും നമുക്ക് സംശയമില്ല. 2 കഴിഞ്ഞു വരുന്നത് 6 ആണ്. 3 ഡിജിറ്റിന് റൗണ്ട് ഓഫ് ചെയ്യാൻ പറഞ്ഞു. സോ നമ്മുടെ ആൻസർ ഈസ് 17.3. ഇതൊക്കെ നമ്മൾ ചെയ്യണതാണ് അല്ലേ? ഇനി 18.49 3 ഡിജിറ്റിന് റൗണ്ട് 18.5. ഇതാണ് നമ്മുടെ സെക്കൻഡ് റൂൾ. ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിലും നമുക്ക് വളരെ സേഫ് ആയിട്ട് റൗണ്ട് ഓഫ് ചെയ്യും. ഇനിയാണ് നമ്മുടെ കഥ വരുന്നത്. മൂന്നാമത്തെ പോയിന്റ് നമുക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. If the digit to be dropped is 5 followed by digit other than 0, then the preceding digit be raised by 1. അതായത് മൂന്നാമത്തെ ആള് 5 ആണെങ്കിൽ, ലെസ് ദാൻ 5 പറഞ്ഞു, ഗ്രേറ്റർ ദാൻ 5 പറഞ്ഞു. 5 ആണെങ്കിൽ എന്താ ചെയ്യുക? സാധാരണഗതിയിൽ നമ്മൾ 5 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന മാർക്ക് 7.5 ആണെങ്കിൽ ഉടനെ നമ്മൾ അത് എത്ര ആക്കിയിടും? 8 ആക്കും അല്ലേ? പക്ഷെ ആക്ച്വലി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മുടെ നിയമം പറയുന്നത്. 7.352 എന്നാണെങ്കിൽ ഇതിനെ നമുക്ക് 7.4 എഴുതാം. 8.552 എന്നാണെങ്കിൽ 8.6 എന്ന് എഴുതാം. ഇതിങ്ങനെ എഴുതി. ഇതില് ഒരു സ്പെഷ്യൽ റൂള്, അതെന്താന്ന് നോക്കാം. 4th ഉം 5th ഉം പോയിന്റ്സ് ആ സ്പെഷ്യൽ റൂൾസ് നമ്മോട് പറയുന്നു. If the digit to be dropped is 5 or 5 followed by zeros, then the preceding digit is not changed if it is even. ഞാനിപ്പോ ആഡ് ചെയ്ത് എഴുതി, പക്ഷേ 3.45 എന്നാണ് വിചാരിച്ചു. 5ന് മുമ്പുള്ള നമ്പർ ഈവൻ ആണെങ്കിൽ, ഈവൻ നമ്പർ ആണെങ്കിൽ it can be written as 3.4 itself. അതിനെ എങ്ങനെ തന്നെ എഴുതണം? 3.4 എന്ന് തന്നെ എഴുതണം, ഈവൻ നമ്പർ ആണെങ്കിൽ. ഈവൻ എന്ന് പറയുമ്പോ കുറച്ച് സ്ട്രോങ് അല്ലേ? അപ്പൊ ആൾക്ക് 5ൻ്റെതായ യാതൊരു സപ്പോർട്ടും കൊടുക്കുന്നില്ല. ഇനി
2.250. 0 ഉണ്ട് അപ്പുറത്ത്, എന്നാലും നമ്മളെ മൂന്നാമത്തെ ഡിജിറ്റ് 5 ആണ്. ഇറ്റ് ഈസ് ഈവൻ. അപ്പോഴും നമ്മൾ എങ്ങനെ എഴുതും? ആൻസർ ഈസ് 2.2 itself. ഇത് നിങ്ങൾക്കൊരു പുതിയ അറിവല്ലേ? സ്കൂളിലൊന്നും പഠിച്ചിട്ടില്ലല്ലോ? ഇനി അടുത്ത റൂൾ എന്താന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞത് തന്നെ 3.35 ആണെങ്കിൽ നമ്മൾ ഈ 5ന്റെ ആനുകൂല്യം 3ക്ക് കൊടുക്കും. ഒറ്റ സംഖ്യ അല്ലേ, ഓഡ് നമ്പർ എന്ന് പറയുമ്പോ എപ്പോഴും ഒറ്റയാനല്ലേ. അപ്പൊ എന്ത് ചെയ്യും? ഈ 5ന്റെ ഒരു സപ്പോർട്ട് കൊടുക്കും. അപ്പൊ നമ്മൾ ഇതിനെ 3.4 എഴുതും. ഇനി 2.150 ഇതും എന്ത് തന്നെയാണ്? ഓഡ് നമ്പർ ആണ്. 5ന്റെ ഇപ്പുറത്ത് വരുന്നത് ഓഡ് നമ്പർ ആണെങ്കിൽ നമുക്ക് 1 ആഡ് ചെയ്ത് തരും. ഇതാണ് റൗണ്ട് ഓഫിന്റെ കേസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ്, വളരെ സില്ലി മാറ്റേഴ്സ് ആണ്. നിങ്ങൾ NCERT ടെക്സ്റ്റ് തുറന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു 3-4 പേജ് തന്നെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അത് കണ്ട ആരും വരി ചെയ്യണ്ട. ഈ ഒരു നോട്ട് കൃത്യമായിട്ട് പഠിക്കുക. ഇത് പഠിക്കുക തന്നെ വേണം. ചിലപ്പോൾ ഇതിന് വല്ലൊരു അഡീഷന്റെ അല്ലെങ്കിൽ ഒരു ഏരിയ കാണാനൊക്കെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കാണാനുള്ളതായി. ഇത്രയും കാര്യങ്ങള് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്.